ആത്മീയത എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഹിമാലയ സാനുക്കളായിരിക്കും. എന്തുകൊണ്ടാണ് ആത്മീയത ഉയർത്തപ്പെട്ടവർ അവിടേക്ക് പലായനം ചെയ്യുന്നത്? എന്തിനായിരിക്കണം അവർ ജനസംസർഗത്തിൽ നിന്നും അകന്നു കഴിയുന്നത്? ആത്മീയ പുണ്യഭൂമിയായ ഹിമാലയത്തിൽ നിന്നുകൊണ്ട് ലോകത്തിന് സ്വർഗീയമായ അനുഗ്രഹങ്ങൾ വരുത്താൻ ദൈവികമായി നിയോഗിക്കപ്പെട്ട ആ മഹായോഗി ആരാണ്? എന്നാൽ ഒരു അനുഭവ കഥയായാലോ? കണ്ടാൽ 25 വയസ്സിലധികം പ്രായമില്ലാത്ത യുവാവ്, വെളുത്ത നിറവും സുന്ദരവും ബലിഷ്ഠവുമായ ദീപ്തി പൊഴിക്കുന്ന ശരീരം, കണ്ണുകൾ കറുത്തതും ശാന്തവും ദയാർദ്രവുമാണ്. നീണ്ടു തിളങ്ങുന്ന ചെമ്പിച്ച തലമുടി, തൻ്റെ ഭൗതിക ശരീരം നൂറ്റാണ്ടുകളായി, ഒരുപക്ഷെ സഹസ്രാബ്ദങ്ങളായി നിലനിർത്തിപ്പോരുന്ന മരണമില്ലാത്ത ആ യോഗി ഒരു അവതാരമാണ്. ഒരിക്കൽ ആ മഹായോഗിയും തൻ്റെ വിശുദ്ധ സംഘവും പാർത്തിരുന്ന മലനിരകളിലേക്ക് ഒരു അപരിചിതൻ കടന്നെത്തുന്നു. ആ അപരിചിതന്റെ വരവ് അവിടെയുള്ളവർക്ക് അസംതൃപ്തി ഉളവാക്കുന്നു. എന്നാൽ തൻ്റെ ഗുരുനാഥന്റെ താവളത്തിൽ കയറിക്കൂടാൻ അസാധ്യമായ പർവ്വത ശിഖരത്തിൽ അത്ഭുതകരമായ വൈദഗ്ധ്യത്തോടെ അയാൾ കയറിയെത്തിയത്. ഇത്രയും സാഹസത്തിലൂടെ തന്നിലേക്കെത്തിയ ആ അപരിചിതനോട് ഗുരുദേവൻ മൗനം പാലിച്ചു. അപരിചിതന്റെ മുഖം അവർണ്ണനീയമായ ഭക്തിയാൽ തിളങ്ങി. അയാൾ ഗുരുദേവനോട് പറഞ്ഞു, പ്രഭു, അങ്ങ് തന്നെ ആയിരിക്കണം ഞാൻ അന്വേഷിച്ചു നടന്ന എൻ്റെ ഗുരുനാഥൻ. മാസങ്ങളായി അപ്രാപ്യമായ ഈ പർവ്വത ശിഖരങ്ങളിൽ ഞാൻ അങ്ങയെ അവസാനിക്കാത്ത അന്വേഷണമായി നടക്കുകയായിരുന്നു. എന്നെ ഒരു ശിഷ്യനായി സ്വീകരിക്കണമെന്ന് ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അയാളുടെ ദയനീയമായ വാക്കുകൾ കേട്ടിട്ടും ആചാര്യൻ തെല്ലും പ്രതികരിച്ചില്ല. അവിടെ തളം കെട്ടിക്കിടന്ന മൗനത്തെ ഭേദിച്ചുകൊണ്ട് അപരിചിതൻ താഴെയുള്ള പാറക്കെട്ടുകളിൽ നിറഞ്ഞ ഗർത്തത്തിലേക്ക് ചൂണ്ടിക്കാട്ടി പറഞ്ഞു, അങ്ങ് എന്നെ കൈക്കൊള്ളുകയില്ലെങ്കിൽ ഈ പർവ്വത ശിഖരത്തിൽ നിന്ന് ഞാൻ താഴേക്ക് ചാടും. ഈശ്വരനിലേക്ക് അങ്ങയുടെ മാർഗദർശനം എനിക്ക് നേടാനാകുന്നില്ലെങ്കിൽ ജീവിതത്തിന് പിന്നെ വിലയില്ല. മൗനം വെടിഞ്ഞ് ആ മഹായോഗി നിർവികാരനായി തൽക്ഷണം പറഞ്ഞു, എങ്കിൽ നീ ചാടൂ. നിന്റെ ഇപ്പോഴത്തെ ആത്മീയ വികാസം വെച്ചുകൊണ്ട് എനിക്ക് നിന്നെ സ്വീകരിക്കാനാവില്ല. തൻ്റെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായുള്ള ഗുരുനാഥന്റെ വാക്കുകൾ അയാളെ വികാരഭരിതനാക്കി. അയാൾ ഉടൻ തന്നെ താഴെയുള്ള പാറക്കെട്ടുകളിലേക്ക് എടുത്തു ചാടി. നടുങ്ങിപ്പോയ ശിഷ്യഗണങ്ങളോട് അയാളുടെ ശവശരീരം എടുത്തുകൊണ്ടുവരാൻ ഗുരു നിർദ്ദേശിക്കുന്നു. അവർ അതിഭീകരമായ പാറക്കെട്ടുകളുടെ ഇടയിൽ നിന്നും ഛിന്ന ഭിന്നമായ ശവശരീരം ആചാര്യന്റെ മുന്നിൽ എത്തിച്ചു കൊടുക്കുന്നു. ആചാര്യന്റെ അടുത്ത നീക്കം എന്താണെന്നറിയാൻ ശിഷ്യഗണങ്ങൾ ഉത്കണ്ഠയിലായി. ഏകനും നിശബ്ദവുമായ സൃഷ്ടാവിനെ പോലെ ആ മഹായോഗി തൻ്റെ ദിവ്യപ്രഭ ചൊരിയുന്ന കരങ്ങൾ ഉയർത്തി ശവശരീരത്തെ സ്പർശിച്ചു. അതിൽ നിന്നുണ്ടായ ഊർജപ്രവാഹത്തിന്റെ ശക്തിയിൽ ചേതനയറ്റ ശരീരം പുനർജീവിച്ചു. അതാ അയാൾ കണ്ണു തുറന്നു. സർവശക്തനായ തൻ്റെ ഗുരുവിന്റെ മുന്നിൽ എളിമയോടെ സാഷ്ടാംഗം നമസ്കരിച്ചു. ഇപ്പോൾ നീ ശിഷ്യത്വത്തിന് തയ്യാറായി കഴിഞ്ഞു. ബുദ്ധിമുട്ടേറിയ ഒരു പരീക്ഷയിൽ ധൈര്യപൂർവ്വം നീ വിജയിച്ചു. മരണം നിന്നെ ഇനി തീണ്ടുകയില്ല. ഇപ്പോൾ നീ ഞങ്ങളുടെ അമരഗണത്തിൽ ഒരുവനായി. ബാബാജി തൻ്റെ ശിഷ്യനെ നോക്കി സ്നേഹപൂർവ്വം പറഞ്ഞു. എന്തിനായിരിക്കണം ബാബാജി തൻ്റെ ശിഷ്യനോട് ഇപ്രകാരം പ്രവർത്തിച്ചത്? അനുസരണയെ സംബന്ധിച്ചായിരുന്നു മഹാവതാർ ബാബാജിയുടെ ഈ പരീക്ഷണം. നമ്മളിൽ പലർക്കും ഈ പരീക്ഷണം ഒരു അവിശ്വസനീയമായി തോന്നിയേക്കാം. എന്നാൽ ജ്ഞാനിയായ ഒരു ഗുരു ചാടുവെന്ന് നിർദ്ദേശിച്ചപ്പോൾ ആ മനുഷ്യൻ അതനുസരിച്ചു. അയാൾ മടിച്ചിരുന്നുവെങ്കിൽ അയാൾക്ക് ഗുരുവിൽ പരിപൂർണ വിശ്വാസമില്ലെന്ന് വെളിപ്പെടുമായിരുന്നു. അതിനാൽ പരീക്ഷ നിർദാക്ഷിണ്യവും അസാധാരണവുമായിരുന്നെങ്കിലും ആ പരിതസ്ഥിതിയിൽ ഉത്തമമായ ഒന്നായിരുന്നു. എപ്പോഴെങ്കിലും മഹാവതാർ ബാബാജിയുടെ നാമം ഭക്തിയോടെ ആരെങ്കിലും ഉച്ചരിച്ചാൽ അപ്പോൾ തന്നെ ആ ഭക്തൻ ഒരു ആത്മീയ അനുഗ്രഹത്തിന് പാത്രമാകും. ചിന്താശീലരായ മനുഷ്യരുടെ അഭ്യുന്നതിക്ക് വേണ്ടി ബാബാജി നമ്മളിൽ ഓരോരുത്തരുടെയും സമീപത്ത് എത്താൻ സാധ്യതയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.